ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്ക് സുഖമായിട്ടൊക്കെ പോകുന്നു. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ തന്നെ അൽഹംദുലില്ലാഹ് ഹാപ്പി ആയിട്ട് പോവുകയാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ പരിശുദ്ധ റമദാനിലെ ഒരു വെള്ളിയാഴ്ച കൂടി നമ്മളോട് വിട പറഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് പിന്നെ പള്ളിയിൽ പോയിട്ട് കുറച്ച് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് അവസാനത്തെ, അതായത് ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ആവുമോ, ഇനി ഒരു വെള്ളിയാഴ്ച കൂടെ നമുക്ക് കിട്ടുമോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു വെള്ളിയാഴ്ച കൂടി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക തന്നെയാണ്. കാരണം നോമ്പ് 30 നമുക്ക് ഒരു വെള്ളിയാഴ്ച കൂടി കിട്ടും. അതല്ല നോമ്പ് 29 ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് പെരുന്നാളായിരിക്കും. എന്നാലും നോമ്പ് 30 കിട്ടട്ടെ. നോമ്പ് 30 വെള്ളിയാഴ്ച പെരുന്നാളും കിട്ടി. പിന്നെ നോമ്പ് 30 നോമ്പും കിട്ടി, വെള്ളിയാഴ്ചയും കൂടി ശനിയാഴ്ച പെരുന്നാൾ ആവട്ടെ എന്ന് തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ വീഡിയോ ആവുന്നതല്ല. ഇന്നേതായാലും രാവിലെ എഴുന്നേറ്റപ്പോൾ ഞെട്ടിയിട്ടാണ് പിന്നെ ഒരു ന്യൂസ് കണ്ടാണ് എഴുന്നേക്കണത്. ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റപ്പോൾ തന്നെ ബോധം പോയിട്ടാണ് കേസ് എഴുന്നേക്കണത്. സാധാരണ എല്ലാവരും ഉറങ്ങി എഴുന്നേക്കുമ്പോഴാണ് ബോധം തെളിയുന്നത്. ഇവിടെ ഇന്നിപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി എഴുന്നേറ്റപ്പോൾ ഉള്ള ബോധം പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിരിക്കുന്ന ഒരു കടലാസ് ഉണ്ട്, ഈ ഒരു ചീട്ട്. ഇത് കണ്ടപ്പോൾ ബോധം പോയി. ഇതെന്താ സാധനം എന്നല്ലേ? ഇത് കണ്ടോ നിങ്ങൾ എന്താണെന്ന്? KSEBിയിലെ ബില്ലാണ്, അതായത് കറണ്ട് ബില്ലാണ്. അപ്പോൾ ഈ ഒരു സാധനം ഇന്ന് രാവിലെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഈ ഒരു സാധനം കണ്ടതും ബോധം പോകണമെങ്കിൽ അതിന് കൃത്യമായ കാരണം കാണും. എന്തായിരിക്കും? കറണ്ട് ബില്ല് വന്നിട്ട് കറണ്ട് ബില്ല് കണ്ടിട്ട് തന്നെയാവും. അപ്പോൾ ഈ ഒരു കറണ്ട് ബില്ല് നമുക്ക് സാധാരണ എല്ലാവരുടെ വീട്ടിലും പോലെ തന്നെ 2 മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് ഞങ്ങൾക്ക് വരാറുണ്ട്. പക്ഷേ അത് ഇത്ര അങ്ങോട്ട് പിന്നെ വലിയൊരു കറണ്ട് ബില്ലായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനിയൊരു ബില്ല് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും നമ്മുടെ വീട്ടിൽ മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ ഇത്രയൊക്കെ തന്നെയാണ് വരണതെന്ന്. എനിക്കറിയില്ല. ഞങ്ങളെ അപേക്ഷിച്ച് ഇത് കുറച്ച് വലിയ ബില്ല് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ എത്ര വരണത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കറണ്ട് ബില്ല് എത്രയൊക്കെയാണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ഇരുത്തിയിട്ട് പറയാം, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ മാത്രമല്ലല്ലോ ഈ വീട്ടിൽ താമസിക്കുന്നത്. ഞാനുണ്ട്, ചക്കരയുണ്ട്, ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, ലനമോളുണ്ട്, പിന്നെ റമിയുണ്ട്. റമി ഇപ്പോൾ ഇവിടെ ഇല്ല, റമി ജോലി സ്ഥലത്താണ്. ഞങ്ങൾ 5 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവരും അവരുടെ മുന്നിൽ ഇരുത്തിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഉണ്ടായതെന്നൊക്കെ പറയും. ഇനി കറണ്ട് തിന്നിട്ട് പോയതാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും എത്രയാണ് കറണ്ട് ബില്ല് വന്നത്, എന്താ ബോധം പോകാൻ കാര്യം എന്നൊക്കെ പറഞ്ഞുതരാം. ബോധം പോയപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നോമ്പ് പിടിച്ചിട്ട് പോയാണെന്നല്ലേ. നോമ്പ് പിടിച്ചിട്ടൊന്നും പോയതല്ല, ഇത് കണ്ടിട്ട് പോയത് തന്നെയാണ്. അപ്പോൾ അവിടെ 2 ആൾക്കായിട്ടൊന്ന് കളിക്കുന്നുണ്ട്. മൈമോനോടൊന്ന് കളിക്കണം. ഓക്കെ, അപ്പോൾ എത്രയാണ് കറണ്ട് ബില്ല് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം വരി ഗെയ്സ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് പോയ ബോധം തിരിച്ചു വന്നു അമ്മ. രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാവരും ഹാങ് ഔട്ടിൽ അങ്ങനെ നിൽക്കുകയാണ് ഗെയ്സ്. ഇന്നാണ് കേട്ടോ നമുക്ക് കറണ്ട് ബില്ല് കിട്ടിയത്. അപ്പോൾ ഇത്രയും കൂടുതൽ ഇത് ആദ്യമായിട്ടാണല്ലേ? ഷോക്കായി. ചക്കരെ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്താ ഇപ്പൊ പറയല്ലേ? കാരണം അടയ്ക്കാതെ വേറെ വഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അവര് ഊരിക്കൊണ്ടു പോകും. പിന്നെ അവരൊന്ന് ഫ്യൂസ് ഊരിക്കൊണ്ടാണ്ട് പോകും. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ കറണ്ട് ബില്ല് എത്രയാണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല. ഞങ്ങളെയൊക്കെ ഇരുത്തിയിട്ട് തന്നെ എന്ത് ചെയ്യാം ഇങ്ങോട്ട് പറയാന്ന് വിചാരിച്ചു ഗൈസ്. തുറക്കി അങ്ങോട്ട് കാണിക്കി എത്ര ബില്ല് വന്നത്. ഈ സമയത്തെല്ലാം കറണ്ട് ബില്ല് കാണിച്ചു തരാവേ. അപ്പോൾ മാത്രം മതി. നോക്കിയാണെങ്കിൽ നിങ്ങൾ എത്ര വന്നത് എന്ന് എത്ര എഴുതിയേക്കണതിൽ കാണുന്നുണ്ടോ? 4819 രൂപ. അതായത് 5000 രൂപ ആകാൻ കഷ്ടി ഒരു 100 സംതിങ് രൂപേൻ്റെ കുറവ് അല്ലേ? 4819 രൂപയാണ് എൻ്റെ മക്കളെ കറണ്ട് ബില്ല് വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോ ഇത്രയും കറണ്ട് ബില്ല് വരെ എന്താന്ന് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് ഉമ്മ? അതന്നെയാണ്, ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ വേറെ പിന്നെ എന്താണ് ഒന്നും ചെയ്യാതെ ഒന്നും കാര്യമൊന്നും ഇല്ലാത്തതൊന്നും അല്ല. ഒന്ന് എഴുന്നേക്ക് ചക്കര എവളെയും കൊണ്ട്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത്രയും ബില്ല് ഉണ്ടായിരുന്നില്ല. ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോ പിന്നെ എന്താണ്, ഒന്നാമത്തെ കാര്യം AC-ന്റെ ഉപയോഗം. എന്താണ്, എന്തിനാ കുഞ്ഞ് കരയണത്? എന്തിനാ മക്കൾ കരയണത്? കരയണ്ട പോട്ടെ. കരഞ്ഞിട്ടൊന്നും കറണ്ട് ബില്ല് കുറച്ചൊന്നും തരൂല ആരും. കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ AC-ന്റെ ഉപയോഗം. പിന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ അല്ലേ ചക്കരെ? പിന്നത്തെ കാര്യം ഹീറ്റർ. അതായത് കുട്ടീനെ എന്ന് നമ്മൾ കുളിപ്പിക്കണത് ചൂടുവെള്ളത്തിലാണല്ലേ? പിന്നെ എങ്ങനെ ഇങ്ങോട്ടോ വിളിച്ചോ?
അല്ലല്ല, അതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. ഉപയോഗിക്കാൻ തന്നെയാണ് ഈ സാധനങ്ങൾ വാങ്ങി വെച്ചേക്കണത്. അതിനിപ്പോ നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് കൂടുമെന്ന് വിചാരിച്ചിട്ട് ഈ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. അത് കേസ് ഇവിടെ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഇവിടെ AC ഉണ്ട്, ഹീറ്റർ ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, മിക്സി ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ വെള്ളം ചൂടാക്കുന്ന സാധനമില്ലേ അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്കിപ്പോൾ വയ്യാഞ്ഞിട്ട് ഞാൻ ആവി പിടിക്കുന്ന സാധനം അതുണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ഇത്ര ഉണ്ട് എന്ന് ഞാൻ പൊങ്ങച്ചം പറഞ്ഞൊന്നുമല്ലേ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ളതാണ്, നിങ്ങളെ വീട്ടിൽ മാത്രമല്ല എന്ന് പറയും. ഇപ്പോൾ എൻ്റെ എല്ലായിടത്തും ഉണ്ട്. എൻ്റെ വീട്ടിലുണ്ട്, നിങ്ങളൊക്കെ വീട്ടിലുണ്ട്, ശരി തന്നെയാണ്. എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ AC ഇപ്പോൾ ഈ ചൂടായപ്പോൾ ഡെയിലി ഞങ്ങൾ AC ഇടുന്നുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്ക് ഇവൾക്ക് നല്ല ചൂടുള്ള കൂട്ടത്തിലാണ്. വിയർപ്പ് നല്ല അധികമുള്ള കൂട്ടത്തിലാണ്. തലയും ഇതൊക്കെ വേഗം വിയർക്കും. അതേപോലെ ഇനിയിപ്പോ ഇൻഡക്ഷൻ ഇവിടത്തെ ഗ്യാസ് കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോ ഇൻഡക്ഷൻ കുക്കർ കൂടി മേടിക്കണമെന്നാണ് ഉമ്മ പറഞ്ഞത്. അതുകൂടെ മേടിക്കുമ്പോ പിന്നെ തകൃതിയാവും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കറണ്ട് ബില്ല് എടുക്കണം എന്തിലൊക്കെയാണെന്ന് അറിയോ? ഏറ്റവും കൂടുതൽ നമ്മളെ ഈ കോയിൽ ചൂടാകൂലേ, ഇരുമ്പിന്റെ കോയിൽ ചൂടാവുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കൂടാറുണ്ട്, പക്ഷെ ഇത്രയായിട്ട് കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വന്നിട്ടുണ്ട്, അല്ലാതെ ഇത്രയാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഈ വെള്ളം ചൂടാക്കുന്ന കെറ്റിലില്ലേ, അതും ഈ ഹീറ്ററൊക്കെ നല്ല ഇത് കറണ്ട് പിടിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കണു, പിന്നെ ചൂട് മാറാൻ വേണ്ടി AC ഇടുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ കറണ്ട് ബില്ല് കൂടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെന്താണ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റൂ? അങ്ങനെ പറ്റില്ലല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ തന്നെയാണ് ഇതൊക്കെ വാങ്ങി വെച്ചേക്കുന്നത്. അതെ, പിന്നെ ചൂട് സമയത്ത് എന്തായാലും കറണ്ട് ബില്ല് കൂടും. അപ്പോൾ ഞാനെല്ലാം വീഡിയോയിൽ പറയുകയും ചെയ്തു. എന്താണെന്നറിയോ, നമ്മളെ വീട്ടിൽ ഇപ്പോൾ വന്ന കറണ്ട് ബില്ല് ഇതാണ്. അതായത് ടോപ്പ് വന്ന കറണ്ട് ബില്ലാണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞ് 4800 സംതിങ് പറഞ്ഞു. നിങ്ങളെ വീട്ടിൽ ഈ മാസം എത്ര വന്നു, അല്ലെങ്കിൽ ടോപ്പ് എത്ര വന്നു, ജസ്റ്റ് ഒന്ന് കമ്പനി നോക്കാമല്ലോ. നമ്മളെ വീട്ടിൽ മാത്രം തന്നെയാണോ? ഈ ഒരു 2 മാസത്തെ കൂടും, ഈ 2 മാസത്തെയും കൂടും. ഇനി വരുന്ന 2 മാസം ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. കാരണം മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു അതെ, മാർച്ച് ഏപ്രിൽ മെയ് ഒരു സമയത്തെ കറണ്ട് ബില്ല് എന്തായാലും കൂടാൻ നല്ല സാധ്യത ഉണ്ട് അല്ലേ? അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം എന്തായാലും അടുത്ത കറണ്ട് ബില്ല് നോക്കിയൊക്കെ എന്താവും അവസ്ഥ എന്ന്. എന്ത് സോളാറോ? സോളാർ മിക്കവാറും വെക്കേണ്ടി വരുന്ന എനിക്ക് തോന്നണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ മിക്കവാറും സോളാറിലോട്ടൊക്കെ ചിന്തിക്കേണ്ടി വരും. സോളാർ വെക്കുമ്പോൾ അതെ ചിന്തിച്ചു തുടങ്ങി. ഒരുപാട് ആൾക്കാർ ഇപ്പോ സോളാർ വെക്കുന്നുണ്ടല്ലേ. അത് എനിക്ക് തോന്നുന്നു സബ്സിഡി ഉണ്ടല്ലേ സോളാർ വെക്കണമെങ്കിൽ. സബ്സിഡി കിട്ടും. പിന്നെ നമുക്ക് അത് മാത്രമല്ല തവണകളായിട്ട് EMI ആയിട്ട് അടച്ചു കൊടുത്താൽ മതി. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മൾക്കിപ്പോ ശരാശരി വീട്ടിൽ എനിക്ക് എത്ര യൂണിറ്റ് വേണം ഒരു ഡെയിലി? 4-5 യൂണിറ്റ് ഒക്കെ പോരും ഒരു ദിവസം. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് KSEBക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് നമുക്ക് പൈസ കിട്ടുകയും ചെയ്യും. ഉപയോഗത്തിന് നമുക്ക് കിട്ടുമല്ലോ. അല്ല നമുക്ക് മഴ ഇതാണ്, അതായത് ഇപ്പൊ ഈ മഴ സമയത്ത് എങ്ങനെയാലും ആവറേജ് ഒരു 4-5 യൂണിറ്റ് എന്തായാലും കിട്ടും, ഉപയോഗത്തിനുള്ളത് കിട്ടും. എന്നാലും കുഴപ്പമില്ല, ആ സമയത്തുള്ള കറണ്ട് ബില്ല് അടച്ചാൽ പോരെ. അപ്പോ വെക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും വീട്ടിൽ സോളാർ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയും. എത്ര രൂപയായത് വെച്ചപ്പോൾ എങ്ങനെ ഉണ്ട് കറണ്ട് ബില്ല് വ്യത്യാസം എന്നൊക്കെ നിങ്ങളൊന്ന് പറയും. കാരണം ഞാൻ അതിനെപ്പറ്റി ബാക്കി അടച്ചു തീർത്താൽ മതി. അതല്ല, അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എവിടെയെങ്കിലും വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചതിന് എത്രയായി, അതേപോലെ തന്നെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടോ, ബില്ല് കുറവുണ്ടോ, സബ്സിഡി കിട്ടി എന്തെങ്കിലും കിട്ടിയോ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ മുമ്പോട്ട് ആ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര പാനലല്ലേ? അതാ വാപ്പായി എത്തിയിട്ടുണ്ട്. വാപ്പായും ബോധം പോയിട്ട് ഇങ്ങനെ നിൽക്കരുത്. വാപ്പ കറണ്ട് ബില്ല് കണ്ട് ബോധമൊക്കെ തെളിഞ്ഞ? ബോധം പോയി. വന്നിട്ടില്ലല്ലേ? അതെ, ഇത്രയും ബില്ല് നമുക്ക് വന്നിട്ടില്ല. ഈ ഒരു എമൗണ്ട് നമുക്ക് ഇതുവരെയ്ക്കും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? എന്തായാലും സോളാർ വെക്കേണ്ട. അതാണ് ഞാൻ ഒരു സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വെച്ചത് എത്രയായി, അതെങ്ങനെ പിന്നെ ആരെങ്കിലും വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നു. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാം. നിങ്ങൾക്ക് ഇവിടെ എത്ര ഏക്കര വരില്ല കറണ്ട് ബില്ല്? അറിയില്ല, എന്നാലും ഇത്രയും വരാറുണ്ടോ? വരാറൊക്കെ ഉണ്ടാവില്ലേ? വരണവരൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ ഒരു സാധാരണ വീട്, ഈ ഒരു സാധാരണ വീടിനെ അപേക്ഷിച്ചാണ് കേട്ടോ നമുക്കത് കൂടുതൽ എന്ന് പറഞ്ഞത്. അല്ലാതെ വേറെ വീടുകളുണ്ട്.
വീടിന്റെന്ന് മാത്രമല്ല മക്കളെ, ഉള്ള ഉപകരണങ്ങളെ ഉപയോഗം പോലെ ഇരിക്കും. വീട് വലുതോ അല്ല, ഞാൻ പറഞ്ഞ അത് മാത്രമല്ല, ഇലക്ട്രിക് ഉപകരണം ഇതിനേക്കാളും വലിയ വീടുകളുണ്ട്. അതും വീട് തന്നെയാണ്. അവിടെ ചിലപ്പോൾ 5000-8000 കറണ്ട് ബില്ല് വന്നിരിക്കാം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബാധിക്കില്ല. പക്ഷെ നമ്മളെ ഈ ഒരു സാധാരണ ഒരു വീടിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു കറണ്ട് ബില്ല് കൂടുതലെന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ, അല്ലാതെ അല്ല. അതത്രേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന. പിന്നെ TV ഓടുന്നുണ്ട്, മൊത്തത്തിൽ ഒരുമിച്ചാണ് വരണത്. വക ഉണ്ടാവും. ഇത്രയും വരൂല, മാസം നമുക്ക് ഇത്രയും ഇതാവൂലല്ലോ. ഞാൻ കരച്ചില്ല. അല്ലല്ലോ, കരയണ്ട. ഇതാണ് തള്ളമലൊട്ടി. ഈ വാപ്പാടത്ത് മാത്രമല്ല, മിണ്ടാതിരിക്കും. നിഴലൊട്ട കണ്ടാല് കഥ കഴിഞ്ഞു. അതിനിപ്പോ എന്റെ അടുത്താണെങ്കിലും ശരി, വരാൻ കൂട്ടാക്കൂല. ആരടുത്തും വരൂല, ആരടുത്തും അല്ല. ഇങ്ങനെ ഉമ്മാനെ മാത്രം ഓട്ടിയിരുന്നോ? കുട്ടീന്റെ വരെ ബോധം പോയി തോന്നുന്നു വില്ലണ്ടിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നമ്മള് എന്താണ് നേരത്തെ പറഞ്ഞ സോളാർ വെക്കണെ പറ്റി ആലോചിക്കുന്നുണ്ട്. വാലിനൊക്കെ വെച്ചോണ്ടെങ്കിൽ പറയും, ബാക്കിയൊക്കെ നമുക്ക് വഴി ആലോചിക്കാം ഇൻഷാ അല്ലാഹ്. അത് ഒരുപാട് പേര് വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അല്ലാതെ വേറെ കണ്ടുവരുന്നുണ്ട്. മെയിനായിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ, നമ്മളിപ്പോ ഒന്നും ഉപയോഗിക്കാറില്ല. സാധാരണ നമുക്ക് എത്ര വരല് അങ്ങനെയൊക്കെയല്ലേ നമുക്ക് വന്നോണ്ടിരുന്നത്. ഏതായാലും അടിപൊളിയായി, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് വന്നതിൽ നമ്മൾ അടച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ ഉപയോഗിച്ചിട്ടല്ലേ വന്നത്. പിന്നെ ഇൻവെർട്ടർ ഓടുന്നുണ്ട്, അത് നമ്മൾ പറയാൻ പറ്റും. കുഴൽക്കിണറിന്റെ മോട്ടറാണ്. അതൊക്കെ തന്നെയാണ് കാര്യങ്ങള്. അതൊക്കെ തന്നെ കാര്യങ്ങള്, അല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാ സംഭവങ്ങളും ഓടിക്കുന്നുണ്ട്. കുറെ പേര് പറഞ്ഞ വാപ്പായ വീഡിയോയിൽ കാണാനില്ലാന്ന്. നോമ്പായോണ്ട് വാപ്പ ഒന്നുകിൽ കിടക്കാവും, അല്ലെങ്കിൽ പുറത്ത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലികളോ അല്ലെങ്കിൽ പുരയിടത്തിലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും. അതൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മറക്കണ്ട, നിങ്ങളെ കറണ്ട് ബില്ല് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അറിയാമല്ലോ ആരുടെയൊക്കെ വീട്ടിൽ എത്രയൊക്കെയാണെന്ന്. അപ്പം ബൈ. പുതിയ വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.